നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ്. യെസ്, ഞാൻ ഈ രാത്രി തന്നെ ഈ ഒരു പ്രൊമോ അപ്ഡേറ്റ് പുറത്തുവിടാൻ കാരണം ഞാൻ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്തു, പക്ഷെ നാളെ രാവിലെ അത് അപ്ലോഡ് ആവുള്ളൂ. സത്യം പറയട്ടെ, ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും, ഞാനും വൈഫും കൂടി ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ രണ്ടുപേരും റിവ്യൂ ചെയ്ത സമയത്ത് ഷാനവാസിൻ്റെ കേസ്, ഷാനവാസിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഷാനവാസ് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചത്. പിന്നീടാണ് ഞാൻ സത്യം പറയാലോ യൂട്യൂബിൽ ഏഷ്യാനെറ്റ് ആ ഒരു പ്രൊമോ അപ്ലോഡ് ചെയ്ത സമയത്ത് ദേ ഇരിക്കണവൻ രാമഭദ്രനെ തല്ലിയവൻ എന്ന് പറഞ്ഞ മാതിരി ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷാനവാസിൻ്റെ ആ ഇരുത്തം കണ്ട സമയത്ത് അനീഷിനെ ഓർത്തു, കണ്ണടച്ചിരിക്കുന്നു ഞാൻ കണ്ടു പറഞ്ഞാൽ ഷാനവാസ് ഇരിക്കുന്നു ഞാൻ കണ്ടു. യെസ്, നിങ്ങൾ എത്ര പേര് കണ്ടു? നിങ്ങൾ ഇന്ന് പ്രൊമോ കണ്ടവർക്ക്, കാണാത്തവർക്കായിട്ട് ഞാൻ കാണിക്കാം. ഷാനവാസ് തിരിച്ചെത്തി. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് കിട്ടിയ വിവരമാണ് ഷാനവാസ് തിരിച്ചെത്തുന്നു എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഷാനവാസ് ആദിലയുടെ സൈഡിലിരിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിലെ എഡിറ്റർക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഇപ്രാവശ്യത്തെ പ്രൊമോ എഡിറ്റ് ചെയ്ത ആൾക്ക് തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നമ്മളത് ചൂണ്ടിക്കാണിക്കും. തെറ്റല്ല, അവരത് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാണ്. കാരണം നാളെ വരെ അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ സസ്പെൻസ് പൊളിച്ചു വരാം. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ പ്രൊമോ കാണാം. പ്രൊമോ അബൌട്ട് നാളത്തെ എവിക്ഷനാണ്. ആരാണ് എവിക്റ്റായി പോയി എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പ്രൊമോ കണ്ടതിന് ശേഷം ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ താങ്ങി പിടിച്ച് ഞാൻ വരാറ്. ഇതൊക്കെ പൊന്തിച്ചിട്ട് ഇതും കൊണ്ട് വരും. ഞാൻ ഇതിങ്ങനെ ഒക്കത്തൊക്കെ വെച്ചിട്ട് കുട്ടികളെ മാതിരി കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വല്ലാത്ത രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. മറ്റേ എന്താ പറയുക, കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവില്ലേ. യെസ്, അപ്പോൾ നമുക്ക് പ്രൊമോ കാണാം. എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാണ്. ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെ അല്ല, അവര് നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. അതിലേക്ക് ആരെങ്കിലും ഇതിൽ യെസ്, അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മാത്രം എടുത്തിട്ടല്ല എന്ന് ലാലേട്ടൻ എടുത്ത് പറയുന്നു. ടോട്ടൽ ഷോൻ്റെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വളരെ മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ച ആവാം. അത് ലാലേട്ടൻ എടുത്ത് പറയുകയാണ് കേട്ടോ. സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറ്റില്ല. അനീഷ്, നൂറ സേവ് ആവണമെന്ന് ഞാൻ. ശബമാൻ സേവ് ചെയ്യണമെന്ന് തോന്നുന്ന ആരെയാണ്? ഞാനായിട്ട് ഇത് ഭയങ്കര ടഫാണല്ലോ. നവീൻ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9. യെസ്, വളരെ സസ്പെൻസ് നിറഞ്ഞ രീതിയിലാണ് ഈ ഒരു പ്രൊമോ അവസാനിച്ചിട്ടുള്ളത്. പക്ഷേ ഓൾറെഡി ടി വിയിൽ വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഇങ്ങനെ അക്ബറും നെവിനൊക്കെ തലയെ കഴിച്ചിരിക്കുന്ന ഒരു പ്രൊമോ, അങ്ങനെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്. പോട്ടെ, എന്തായാലും ഈ ഒരു പ്രൊമോയിൽ നെവിൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ലാലേട്ടൻ നിർത്തുന്നത്. പക്ഷേ ആദിലേടെ ആ പ്രൊമോ എത്ര പേര് കണ്ടു? കാണിച്ചു തരാം ഞാൻ. എവിടെ പോയി? യെസ്, ഇതാണ് ആ ഒരു സീൻ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഷാനവാസിൻ്റെ കൺകൾ? യെസ്, ആതിരയുടെ സൈഡിൽ, റൈറ്റ് സൈഡിൽ ഷാനവാസ് ഇരിക്കുന്നതായിട്ടുള്ള പിക്ചർ നിങ്ങൾ കണ്ടില്ലേ? യെസ്, ഷാനവാസ് അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. യെസ്, അങ്ങനെ ഷാനവാസ് തിരിച്ചെത്തി. ഗുഡ്, മോർ പവർ വരട്ടെ. ബിഗ് ബോസ് ഒന്നും കൂടി ഉഷാറാവട്ടെ. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഷാനവാസ് 2 ദിവസമാണ് വിട്ടു നിന്നിട്ടുള്ളത്. ഈ 2 ദിവസത്തെ വിട്ടു നിൽക്കൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഷാനവാസിൻ്റെ ഗെയിമിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് അറിയാൻ ഞാനും നിങ്ങളെപ്പോലെ വളരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അധികം ദിവസങ്ങളില്ല, വളരെ പെട്ടെന്ന് ഷാനവാസ് എന്തായാലും ടോപ്പ് 5 ഉണ്ടായിരിക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസം നെവിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും, അക്ബറിനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും, ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഷാനവാസിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയായിരിക്കും, ഇതിനെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. മിക്കവാറും ഷാനവാസ് ഇതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല, എന്താ നടന്നതെന്നുള്ളത് ഷാനവാസിന് അറിയുന്നുണ്ടായിരിക്കില്ല. അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ ഷാനവാസിന് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഷാനവാസ് വന്ന ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും വീണ്ടും അനീഷിനെ തുറന്നു കാട്ടാൻ നടക്കും. മനസ്സിലായില്ലേ? തുറന്നു കാട്ടാൻ, ഞാൻ നിന്നെ തുറന്നു കാട്ടും, പൊളിച്ചടക്കും എന്നുള്ളത് പറയുമെന്നറിയില്ല. അങ്ങനെ ഷാനവാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പോൾ വീണ്ടും നിങ്ങൾ ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞു തരരുത്. ഷാനവാസിന് അതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കണ്ടതാണ് ഷാനവാസ് വയ്യാണ്ട് വീണ സമയത്ത്. ഒരുപക്ഷെ ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്താണ് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ ആ സമയത്ത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഷാനവാസ് തിരിച്ചു വരുന്ന സമയത്ത് അനീഷും സാബുമനും, പ്രത്യേകിച്ച് അനീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു കരുതൽ കാണാതെയാണോ ഷാനവാസ് തിരിച്ചു വരുന്നത്? അതോ ഈ പറ്റിയ പെണ്ണുങ്ങളുടെ മാനിപ്പുലേഷനിൽ വീണ്ടും ഷാനവാസ് വീണിട്ട് പഴയ കളി കളിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്തൊരാഴ്ച.
ഈ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ നോക്കുക. 16ാമത്തെ സെക്കൻഡിൽ അല്ലെങ്കിൽ 16ാമത്തെ സെക്കൻഡിൽ നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദിലയുടെ സൈഡിലിരിക്കുന്ന ഷാനവാസിൻ്റെ ഇത്ര ഒരു ഭാഗം മാത്രം കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.